പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കിയെന്ന് പറയുന്നു. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ കൊണ്ട് രമ്യ അത് പറയാൻ വിട്ടുപോയി. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് ചില നേതാക്കളെ മസ്കയടിച്ച് സോപ്പിട്ട് സീറ്റ് തരപ്പെടുത്തുക എന്നൊരു രീതിയിലേക്ക് അവർ വരുന്നുണ്ട്. അത് വളരെ മോശമാണ്. കാരണം പ്രാദേശികമായി ചിലക്കരെങ്ങനെയാ തോറ്റത്? സാധ്യതയുണ്ടായിരുന്നതാണ്. ആ സാധ്യത ഇല്ലാതാക്കിയത് അവരാണ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങിപ്പോ പറഞ്ഞ പേരുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സ്വാധീനമൊക്കെ എന്തായാലും രമ്യ ഹരിദാസ് നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. വശമതരാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല അവിടെ വളരെ പ്രാദേശികമായി വേറെ പ്രധാനപ്പെട്ട നേതാക്കളെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പ്രദേശത്ത് അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് രമ്യ ഹരിദാസിനെ പരിഗണിച്ചത്. അതൊരു തെറ്റായ തീരുമാനം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും നോക്കാം. അവിടെ ഒരു ശക്തമായ മത്സരം എന്ന നിലയ്ക്കാണ് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നത് എന്നൊരു വാദമാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കണമായിരുന്നല്ലോ. എല്ലായിടത്തും അങ്ങനെ പാട്ടുപാടി ജയിക്കാന്ന് കരുതുന്നത് ശരിയല്ല. ഈ KP അനിൽകുമാർ രാജിവെച്ച് പോയപ്പോ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മുഴുവനും പറയാൻ കൊള്ളില്ല, എന്നാലും പെട്ടിയെടുക്കുന്നവർക്ക് മാത്രമാണ് സീറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ളത് പറയാൻ കൊള്ളില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള നിലപാട് ഇപ്പോഴും ഈ സീറ്റ് തർക്കത്തിന്റെ കാര്യത്തിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്?